അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ എക്സാമിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഉറപ്പായും ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണുക. ചാപ്റ്റർ 5 കയ്യെത്തും ദൂരത്ത് ആകാശം. സ്കൈ നിയർ അറ്റ് ഹാൻഡ്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കാം. ഒന്ന്, സ്വന്തമായി പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളേവ? വിച്ച് സെലസ്റ്റിയൽ ബോഡീസ് ഹാവ് ദെയർ ഓൺ ലൈറ്റ്? ഏതാ ആൻസർ വരാ? നക്ഷത്രങ്ങൾ അല്ലെ, സ്റ്റാർസ്. സെലസ്റ്റിയൽ ബോഡീസ് എന്ന് വെച്ചാൽ എന്താണ്? ആകാശഗോളങ്ങൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? ഹൗ ഡു പ്ലാനറ്റ്സ് ആൻഡ് സാറ്റലൈറ്റ്സ് ഗ്ലോ? എങ്ങനെയാണ്? അവ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നു. അവ എങ്ങനെയാ പ്രകാശിക്കുക? സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നു. ദേ റിഫ്ലക്ട് സൺലൈറ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സൂര്യനിൽ നിന്നുള്ള ദൂരം അനുസരിച്ച് ഗ്രഹങ്ങളുടെ ക്രമം എഴുതുക. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. അത് വരച്ചിട്ടും അടയാളപ്പെടുത്താൻ പറയേ. സൂര്യനിൽ നിന്നുള്ള ദൂരം അനുസരിച്ച് ഗ്രഹങ്ങളുടെ ക്രമം എഴുതുക. റൈറ്റ് ദ ഓർഡർ ഓഫ് പ്ലാനറ്റ്സ് ഫ്രം ദ സൺ. ആൻസർ: ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹം ഏത്? വിച്ച് ഈസ് ദ ഓൺലി നാച്ചുറൽ സാറ്റലൈറ്റ്സ് ഓഫ് എർത്ത്? ഏതാ? ചന്ദ്രൻ അല്ലെ, ദ മൂൺ. സ്വന്തമായി പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളെ എന്തു വിളിക്കുന്നു? What are the celestial bodies that have their own light called? നക്ഷത്രങ്ങൾ, സ്റ്റാർസ്. സ്വന്തമായി പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നക്ഷത്രങ്ങൾ, സ്റ്റാർസ് എന്ന് വിളിക്കുന്നത് അല്ലെ. സെലേഷ്യസ് ബോഡീസ് ഹാവ് ദെയർ ഓൺ ലൈറ്റ്. അവയ്ക്ക് എന്താണ്? സ്വന്തമായിട്ട് പ്രകാശിക്കാൻ കഴിയും. ഗ്രഹങ്ങൾ സൂര്യനെ വലയം ചെയ്യുന്ന പാതയുടെ പേരെന്താണ്? വാട്ട് ഈസ് ദ പാത്ത് ഓഫ് പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ കോൾഡ്? ഭ്രമണപഥം, ഓർബിറ്റ് അല്ലെ. തിരിച്ചും ചോദിക്കാം, ഓർബിറ്റ് എന്താണ്, ഭ്രമണപഥം എന്താണെന്ന് ചോദിച്ചാൽ എന്തെന്ന് എഴുതും? ഗ്രഹങ്ങൾ സൂര്യനെ വലയം ചെയ്യുന്ന പാതയുടെ പേരാണ് എന്ത്? ഭ്രമണപഥം. ദ പാത്ത് ഓഫ് പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ കോൾഡ് ഓർബിറ്റ്. സൗരയുധത്തിന്റെ കേന്ദ്രം ഏതാണ്? വിച്ച് ഈസ് ദ സെന്റർ ഓഫ് ദ സോളാർ സിസ്റ്റം? സൂര്യനാണ് അല്ലെ, ദ സൺ. സൗരയുധത്തിന്റെ കേന്ദ്രം ഏതാണ്? സൺ, സൂര്യൻ. സ്വന്തമായി പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളെ എന്ത് വിളിക്കുന്നു? നമ്മൾ പറഞ്ഞു, നക്ഷത്രങ്ങൾ. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹമേത്? ബുധൻ. വിച്ച് ഈസ് ദ പ്ലാനറ്റ് കോസറ്റ്സ് ടു ദ സൺ? ഏത് പ്ലാനറ്റ് ആണ് സണ്ണിനോട് അടുത്ത് നിൽക്കുന്നത്? മെർക്കുറി, ബുധനാണ് അല്ലെ. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാ? ബുധനാണ്, മെർക്കുറിയാണ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹമേത്? വിച്ച് ഈസ് ദ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ്? ശുക്രനാണ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ശുക്രനാണ്, വീനസ്. ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹം ഏത്? ഏതാ? ചന്ദ്രൻ അല്ലെ. വിച്ച് ഈസ് ദ ഓൺലി നാച്ചുറൽ സാറ്റലൈറ്റ് ഓഫ് എർത്ത്? ദ മൂൺ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏത്? വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് ദ റെഡ് പ്ലാനറ്റ്? ചൊവ്വ, മാർസ് അല്ലെ. ചുവന്ന ഗ്രഹം ഏതാ? ചൊവ്വ, മാർസ്. വളയങ്ങളുള്ള ഗ്രഹം ഏത്? വിച്ച് ഈസ് ദ പ്ലാനറ്റ് വിത്ത് റിങ്സ്? ഏതാ? ശനി അല്ലെ, സാറ്റേൺ. വളയങ്ങളുള്ള ഗ്രഹമാണ് ഏത്? സാറ്റേൺ, ശനി. ഗ്രഹങ്ങൾ സൂര്യനെ വലയം ചെയ്യുന്ന പാതയുടെ പേര് നമ്മൾ പറഞ്ഞു, ഏതാ? ഓർബിറ്റ് അല്ലെ. പാത്ത് ഓഫ് ദ പ്ലാനറ്റ് അറൌണ്ട് ദ സൺ ഈസ് കോൾഡ് ഓർബിറ്റ്, ഭ്രമണപഥം. ഏറ്റവും വലിയ ഗ്രഹമേത്? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്ലാനറ്റ്? വ്യാഴം, ജൂപ്പിറ്റർ. ഏറ്റവും വലിയ ഗ്രഹം ഏതാ? വ്യാഴം, ജൂപ്പിറ്റർ. നക്ഷത്രങ്ങൾ പകൽ സമയത്ത് കാണാത്തത് എന്തുകൊണ്ട്? വൈ ആർ സ്റ്റാർസ് നോട്ട് വിസിബിൾ ഡ്യൂറിംഗ് ദ ഡേ? സൂര്യന്റെ പ്രകാശം കൂടുതലായതുകൊണ്ടാണ് എന്ത്? നക്ഷത്രങ്ങളെ പകല് കാണാൻ സാധിക്കാത്തത്. പകലും നക്ഷത്രങ്ങൾ ഉണ്ട് അല്ലെ, അവയെ നമുക്ക് കാണാൻ പറ്റാത്ത എന്തുകൊണ്ടാ? സൂര്യന്റെ പ്രകാശം കൂടുതലായതുകൊണ്ടാണ്. ഡ്യൂ ടു ദ ഇന്റൻസ് ബ്രൈറ്റ്നെസ് ഓഫ് ദ സൺ. എന്തുകൊണ്ടാ? ഡ്യൂ ടു ദ ഇന്റൻസ് ബ്രൈറ്റ്നെസ് ഓഫ് ദ സൺ.
ഇനി കൂട്ടുകാരെന്താന്ന് വെച്ചാൽ സൗരയൂഥത്തിന്റെ ഒരു പിക്ചർ വരയ്ക്കാൻ പഠിക്കുക. ഓരോ ഗ്രഹങ്ങളുടെ സ്ഥാനവും പഠിച്ചു വെക്കണം കേട്ടോ. പക്ഷേ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതിന്റെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രഹത്തെ അടയാളപ്പെടുത്താൻ പറഞ്ഞൊക്കെ തരാം. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഇതിന്റെ ഓർഡർ അനുസരിച്ച് തന്നെ നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം. വീഡിയോ ചാപ്റ്റർ 6 ഊർജ സ്രോതസ്സുകൾ, സോഴ്സ് ഓഫ് എനർജി. ഊർജ രൂപങ്ങളെക്കുറിച്ചും അവയുടെ മാറ്റങ്ങളെക്കുറിച്ചും ഇതിൽ ചോദിക്കാം. എന്താണ് പുനർസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ? വാട്ട് ആർ റിന്യൂവബിൾ എനർജി സോഴ്സ്? ഉപയോഗിക്കും തോറും തീർന്നു പോകാത്തവ, അല്ലെ? എക്സാമ്പിൾ സൂര്യൻ, കാറ്റ്. സോഴ്സ് ദാറ്റ് ഡു നോട്ട് ഗെറ്റ് എക്സോസ്റ്റഡ്. എക്സാമ്പിൾ സൺ, വിൻഡ്. ഭൂമിയിലെ പ്രധാന ഊർജ സ്രോതസ് ഏതാണ്? ദ സൺ, അല്ലെ? വിച്ച് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി ഓഫ് എർത്ത്? സൂര്യനാണ്, ദ സൺ. ഏതാണ് പുനർസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ? പുനർസ്ഥാപിക്കാൻ കഴിയുന്നതും കഴിയാത്തതും പഠിച്ചു വെക്കണം കേട്ടോ. വാട്ട് ആർ റിന്യൂവബിൾ എനർജി സോഴ്സ്? ഏതാ? ഉപയോഗിക്കും തോറും തീർന്നു പോകാത്തവ, അല്ലെ? സോഴ്സ് ദാറ്റ് ഡു നോട്ട് ഗെറ്റ് എക്സ്ഹോസ്റ്റഡ്. ഏതാണ് പുനർസ്ഥാപിക്കാൻ കഴിയുന്നത്? സോഴ്സ് ദാറ്റ് ഡു നോട്ട് ഗെറ്റ് എക്സോസ്റ്റഡ്. പുനർസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സിന് ഉദാഹരണം ഏതാ? കൽക്കരി, പെട്രോളിയം. എക്സാമ്പിൾ ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സ് ഏതാ? കോൾ ആൻഡ് പെട്രോളിയം, അല്ലെ? കൽക്കരിയും പെട്രോളിയം ആണ് എന്ത്? പുനർസ്ഥാപിക്കാൻ കഴിയാത്തത്. പുനർസ്ഥാപിക്കാൻ കഴിയുന്നതിന് ഏതായിരുന്നു എക്സാമ്പിള്? വിൻഡ്. ഇനി വൈദ്യുത സെല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? രാസോർജം. വിച്ച് എനർജി ഈസ് സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് സെൽ? കെമിക്കൽ എനർജി. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ സംഭരിക്കുന്ന ഊർജം ഏത്? രാസോർജം ചോദിക്കാറുണ്ട്. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ സംഭരിക്കുന്ന ഊർജം ഏത്? രാസോർജം. വിച്ച് എനർജി ഈസ് സ്റ്റോർഡ് ബൈ പ്ലാന്റ്സ് ത്രൂ ഫോട്ടോസിന്തസിസ്? കെമിക്കൽ എനർജി. ഒഴുകുന്ന വെള്ളത്തിന് ഏത് ഊർജമാണുള്ളത്? ഗതികോർജം, അല്ലെ? ഒഴുകാണ്, അല്ലെ? അപ്പൊ ഏത് ഊർജമാണുള്ളത്? ഗതികോർജം. വാട്ട് എനർജി ഡസ് ഫ്ലോയിങ് വാട്ടർ ഹാവ്? കൈനറ്റിക് എനർജി. വാട്ട് എനർജി ഡസ് ഫ്ലോയിങ് വാട്ടർ ഹാവ്? കൈനറ്റിക് എനർജി. സൗരോർജത്തെ വൈദ്യുതോർജകമാക്കി മാറ്റുന്ന ഉപകരണം ഏതാ? സൗരോർജം, അല്ലെ? സൂര്യന്റെ പ്രകാശത്തെ വൈദ്യുതോർജമാക്കി, അല്ലെ? വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാ? നമുക്കറിയാം, അല്ലെ? സോളാർ സെൽ, അല്ലെ? എല്ലാവരുടെ വീട്ടിലും ഇപ്പം സോളാർ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഓർക്കാട്ടാ. ഡിവൈസ് ദാറ്റ് കൺവേർട്സ് സോളാർ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. സോളാർ സെൽസ്. മിക്സിയിൽ നടക്കുന്ന ഊർജമാറ്റം ഏത്? വാട്ട് എനർജി ചേഞ്ച് ഒക്കേഴ്സ് ഇൻ എ മിക്സർ? ഏതാ? വൈദ്യുതോർജം എന്താവും? യാന്ത്രികോർജമാവും. ഇലക്ട്രിക് എനർജി കൺവേർട്ട് ടു മെക്കാനിക്കൽ എനർജി. ഇലക്ട്രിക് എനർജി എന്തായി മാറാണ്? മെക്കാനിക്കൽ എനർജി ആവാണ്. LPGയുടെ പൂർണ്ണരൂപം എന്ത്? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് LPG? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. CNG എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? CNG. വാട്ട് ഈസ് ദ മീൻ ബൈ CNG? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അടുത്തത് ചാപ്റ്റർ 7 ഇന്ദ്രിയജാലങ്ങൾ, മാജിക് ഓഫ് സെൻസസ്. ജ്ഞാനേന്ദ്രിയങ്ങളെ കുറിച്ചും അവയുടെ സംരക്ഷണത്തെ കുറിച്ചുമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ ഏവ? വിച്ച് ആർ ദ 5 സെൻസ് ഓർഗൻസ് ഇൻ അവർ ബോഡി? കണ്ണ്, മൂക്ക്, നാവ്, ചെവി, തൊലി, അല്ലെ? സ്കിൻ, ത്വക്ക്. ഐ, നോസ്, ടങ്, ഇയർ, സ്കിൻ. നാവിൽ രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന ഭാഗം ഏത്? വിച്ച് പാർട്ട് ഓഫ് ദ ടങ് ഹെൽപ്പ് ഇൻ ഐഡന്റിഫൈയിങ് ടേസ്റ്റ്? രുചി മുകുളങ്ങൾ. എന്താ? ടേസ്റ്റ് ബഡ്സ്. നമ്മുടെ ശരീരത്തിലെ ജ്ഞാനേന്ദ്രിയങ്ങൾ എത്ര? ഹൗ മെനി സെൻസ് ഓർഗൻസ് ആർ ഇൻ അവർ ബോഡി? 5. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത്? വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി? സ്കിൻ, ചർമ്മം. കണ്ണിനെ പൊടിയും മറ്റു വസ്തുക്കളും വീഴാതെ സംരക്ഷിക്കുന്നത് ആര്? വാട്ട് പ്രൊട്ടക്ട് ദ ഐസ് ഫ്രം ഡസ്റ്റ് ആൻഡ് അതർ പാർട്ടിക്കിൾസ്? കൺപീലികളും കൺപോളകളും. ഐലാഷ് ആൻഡ് ഐലിഡ്സ്.
രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമേത്? വിച്ച് ഓർഗൻ ഹെൽപ്സ് ടു ഐഡന്റിഫൈ ടേസ്റ്റ്? നാവ്, ടങ്. ശബ്ദം തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം? വിച്ച് ഓർഗൻ ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈയിങ് സൗണ്ട്? ചെവി, ഇയർ. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം? വിച്ച് ഓർഗൻ ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈയിങ് സ്മെൽ? മൂക്ക്, നോസ്. അറിയാലോ എല്ലാവർക്കും. കണ്ണിലെ ലെൻസിന്റെ സുതാര്യത കുറയ്ക്കുന്ന രോഗമേത്? വിച്ച് ഡിസീസ് കോസസ് ലോസ് ഓഫ് ട്രാൻസ്പാരൻസി ഇൻ ദ ഐ ലെൻസ്? തിമിരം, കാറ്ററാക്ട്. കാഴ്ചയില്ലാത്തവർ വായനയ്ക്കായി ഉപയോഗിക്കുന്ന ലിപി? സ്ക്രിപ്റ്റ് യൂസ്ഡ് ബൈ വിഷ്വലി ഇംപെയർഡ് പീപ്പിൾ ഫോർ റീഡിംഗ്? ബ്രെയിലി ലിപി. ബ്രെയിൽ സ്ക്രിപ്റ്റ് എല്ലാവർക്കും അറിയാം അല്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ചെവിയുടെ ഏത് ഭാഗമാണ് ശരീരത്തിന്റെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നത്? ഏത് ഭാഗമാണ്? ആന്തരകർണം. വിച്ച് പാർട്ട് ഓഫ് ദ ഇയർ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ബോഡി ബാലൻസ്? ബോഡി ബാലൻസിന് ഏത് ഭാഗ? ഇന്നർ ഇയർ, ആന്തരകർണം. നാവിൽ രുചി തിരിച്ചറിയാൻ സഹായിക്കുന്ന ചെറിയ തടിപ്പുകൾ ഏതാ? രുചി മുകുളങ്ങൾ. സ്മോൾ ബംപ്സ് ഓൺ ദ ടങ് ദാറ്റ് ഹെൽപ്പ് ഐഡന്റിഫൈ ടേസ്റ്റ്? ടേസ്റ്റ് ബഡ്സ്. കണ്ണിനെ പൊടിയും മറ്റു വസ്തുക്കളും വീഴാതെ സംരക്ഷിക്കുന്നത് ആര്? വാട്ട് പ്രൊട്ടക്ട് ദ ഐ ഫ്രം ഡസ്റ്റ്? കൺപീലികളും കൺപോളകളും. ഐലാഷസ് ആൻഡ് ഐലിഡ്സ്. എക്സാമിന് പോണതിന് മുമ്പ് ടെക്സ്റ്റ് ബുക്ക് നല്ലോണം റീഡ് ചെയ്ത് നോക്കണം കേട്ടോ. ചാപ്റ്റർ 8 ജന്തുജാലങ്ങൾ, ഡൈവേഴ്സ് ഓർഗാനിസംസ്. നമ്മൾ ഇതിൽ ജീവികൾ എന്താണ്, നട്ടലുള്ള ജീവികളെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. ഇൻസെക്റ്റും ഉണ്ട്. ഇൻസെക്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് വെർട്ടിബ്രേറ്റ്സ്. നട്ടലുള്ള ജീവികളെ പറയാൻ തന്നെ വെർട്ടിബ്രേറ്റ്സ്. ഇവ നമുക്ക് എന്താണ് 5ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്താണ് എന്തിന്? ഫിഷസ്. 2 ആംഫിബിയൻസ്, 3 റെപ്റ്റൈൽസ്, 4 ബേർഡ്സ്, 5 മാമൽസ്. ഇവ 5 എണ്ണത്തിനുള്ള പൊതുവായ സ്വഭാവം എന്താണ്? ഇവയ്ക്ക് എന്താണ്? വെർട്ടിബ്രേറ്റ്സ് ഉണ്ട്, വെർട്ടിബ്ര അല്ലെ. വെർട്ടിബ്ര ഉണ്ട്, സ്പൈൻസ്. നമ്മൾ പറഞ്ഞില്ലേ, തവള ഒരു ചിത്രത്തിൽ പറഞ്ഞില്ല, ഐ ഹാവ് സ്പൈൻ എന്ന് പറയണില്ല, എനിക്ക് നട്ടെല്ലുണ്ട് എന്ന് പറയുന്നില്ല, അതുപോലെ ഐ ഹാവ് സ്പൈൻ. അപ്പൊ സ്പൈൻ അല്ലെങ്കിൽ വെർട്ടിബ്ര, ഇവ 5 എണ്ണത്തിന് എന്താണ് പൊതുവായിട്ടുള്ളതാണ് വെർട്ടിബ്ര. പിന്നെ ഇവര് വ്യത്യാസങ്ങൾ എന്താണ്? ഫിഷസ് എന്താണ് ബ്രീത്ത് ചെയ്യുന്നത്? എങ്ങനെയാ? ഗിൽസി കൂടിയാണ് അല്ലെ, ചെകിളപ്പൂക്കൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്? ബ്രീത്ത് ചെയ്യുന്നത്. ആംഫിബിയൻസോ? കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. ആംഫി എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താണ്? ബോത്ത്. അപ്പൊ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. ലീവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ അല്ലെ. അവ എന്താണ്? ലാൻഡിലും വാട്ടറിലും ജീവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ആംഫിബിയൻസ് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെ പഠിച്ചേ? ഫ്രോഗ് പഠിച്ച്, പിന്നെന്താ? സിസിലിയൻസ് അല്ലെ, കുരുടി, അല്ലെങ്കിൽ എന്താ? ബ്ലൈൻഡ് സ്നേക്ക് എന്ന് പറയും. ഇവയാണ് എന്റെ ആംഫിബിയൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ പക്ഷികൾ, ബേർഡ്സിനെ കുറിച്ച് പഠിച്ചല്ലേ. ബേർഡ്സിൽ എന്താണ് പ്രത്യേകത? അവരുടെ ഫെതേഴ്സ് ഉണ്ട് അല്ലെ, തൂവലുകളുണ്ട്, ഹാവ് ഫെതേഴ്സ്. പിന്നെ ലാസ്റ്റ് ആണ് എന്ത്? സസ്തനികൾ അഥവാ മാമൽസ്. അതെന്താ? പ്രസവിച്ച് മുലയൂട്ടുന്നു, ഗീവ് ബർത്ത് ആൻഡ് ഫീഡ് മിൽക്ക്. മാമൽസിലുള്ള എല്ലാ ജീവികളും എന്താണ്? ഗീവ് ബർത്ത് ആൻഡ് ഫീഡ് മിൽക്ക്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു അക്വാറ്റിക് ആയിട്ട്, അതായത് കരയിൽ മാത്രമല്ല മാമൽസ് ജീവിക്കുന്നത് അല്ലെ. വെള്ളത്തിൽ ജീവിക്കുന്ന മാമൽസ് ഏതൊക്കെ എക്സാമ്പിൾ പഠിച്ചേ? അതൊന്ന് കമന്റ് ചെയ്തേ. വെയിൽ, ഒട്ടർ, ബാറ്റ് ഒക്കെ നമ്മൾ പഠിച്ചല്ലോ. ഇവയൊക്കെ എന്താണ്? മാമൽസ് തന്നെയാണ്. നട്ടലുള്ള ജീവികളെ എന്ത് വിളിക്കുന്നു? വാട്ട് ആർ ആനിമൽസ് വിത്ത് ബാക്ക് ബോൺസ് കോൾഡ്? നട്ടലുള്ളവ വെർട്ടിബ്രേറ്റ്സ് അല്ലെ. നട്ടലുള്ളവയെ നമ്മൾ എന്താ വിളിക്കുക? വെർട്ടിബ്രേറ്റ്സ്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലയൂട്ടുന്ന ജീവികൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? കുറച്ചു മുമ്പ് പറഞ്ഞു അല്ലെ. ഏതാ? സസ്തനികൾ. വിച്ച് ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഗീവ് ബർത്ത് ആൻഡ് ഫീഡ്സ് മിൽക്ക്? എന്താ? മാമൽസ്. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് ഏതാ? ഉഭയജീവികൾ. ആനിമൽസ് ദാറ്റ് ലീവ് ഓൺ ലാൻഡ് ആൻഡ് ഇൻ വാട്ടർ, ആംഫിബിയൻസ്. പറക്കാൻ കഴിയുന്ന സസ്തനി ഏതാ? വവ്വാൽ അല്ലെ, ബാറ്റ്. വിച്ച് ഈസ് ദ മാമൽസ് ദാറ്റ് ക്യാൻ ഫ്ലൈ? വവ്വാൽ, ബാറ്റ്. പക്ഷികൾക്ക് പറക്കാൻ സഹായിക്കുന്ന ഘടകം ഏതാണ്? ഭാരം കുറഞ്ഞ എല്ലുകളും തൂവലുകളും. വാട്ട് ഹെൽപ്പ് ബേർഡ്സ് ടു ഫ്ലൈ? ലൈറ്റ് വെയ്റ്റ് ബോൺസ് ആൻഡ് ഫെതേഴ്സ്. നമ്മൾ മാമൽസിൽ തന്നെ പറക്കാൻ കഴിയുന്നുണ്ട്, അക്വാട്ടിക് ഉണ്ട് അല്ലെ. ഇത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം കേട്ടോ. മീനുകൾ അടിയിൽ ശ്വസിക്കുന്നത് എങ്ങനെ? ഹൗ ഡു ഫിഷ് ബ്രീത്ത് അണ്ടർ വാട്ടർ? ഏത് വഴിയാ? ഗിൽസ് വഴിയല്ലേ, ചെകിളപ്പൂക്കൾ വഴിയാണ് അവർ ശ്വസിക്കുന്നത്.
ഇഴജന്തുക്കൾക്ക് മറ്റൊരു പേരെന്ത്? വാട്ട് ഈസ് അനദർ നെയിം ഫോർ ക്രോളിംഗ് ആനിമൽസ്? ഉരഗങ്ങൾ, റെപ്റ്റൈൽസ് അല്ലെ. മുട്ടയിടുന്ന സസ്തനികൾക്ക് ഉദാഹരണം, എക്സാമ്പിൾ ഓഫ് എഗ് ലേയിങ് മാമൽസ് ഏതാ? പ്ലാറ്റിപ്പസ് അല്ലെ. മുട്ടയിടുന്ന സസ്തനിയാണ് പ്ലാറ്റിപ്പസ്. പറക്കുന്നതാരാ? ബാറ്റ്. നട്ടലില്ലാത്ത ഒരു ജീവിക്ക് ഉദാഹരണം എഴുതുക. ഒരുപാട് ജീവികൾ നമ്മൾ ആദ്യം പഠിച്ചാൽ ഇൻസെക്ട്സ്, അതിലെന്താണ്? അതിനൊന്നിനും ആരില്ല, നട്ടലില്ല. അപ്പൊ ചിതൽ, വണ്ട്, ഒച്ച്. ടെർമിറ്റ്, ബീറ്റിൽ, സ്നേൽ. സ്രാവ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏത് വിഭാഗത്തിലാ? ഫിഷ് ആണ് കേട്ടാ. വിച്ച് ഗ്രൂപ്പ് ഡസ് എ ഷാർക്ക് ബിലോങ് ടു? മത്സ്യങ്ങൾ, ഫിഷ്. പറഞ്ഞല്ലേ, സ്രാവ് എന്താ? മുട്ടയിട്ടിട്ട് അതെന്താ കീപ്പ് ചെയ്യും, അവരുടെ ബോഡിയിൽ തന്നെ കീപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഒന്ന് നോക്കിയേ, ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ് അല്ലെ. എന്തൊക്കെയായിട്ട്? വെർട്ടിബ്രേറ്റ്സും ഇൻവെർട്ടിബ്രേറ്റ്സും. വെർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നട്ടലുള്ള ജീവികൾ അല്ലെ. ഇൻവെർട്ടിബ്രേറ്റ്സോ നട്ടലില്ലാത്ത ജീവികൾ. അത് ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് ആ ഒരു ജീവികൾ ഏതൊക്കെയാണെന്നൊന്ന് മാത്രം നിങ്ങൾ നോക്കി വെച്ച് പോവാട്ടോ. അപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ ഓർമ്മയിൽ വരും, നിങ്ങൾക്ക് വേഗം ആൻസർ ചെയ്യാൻ പറ്റും. ഇനി പരീക്ഷയ്ക്ക് നമുക്ക് ചിത്രം വരയ്ക്കാനോ അല്ലെങ്കിൽ ലാബിൽ ചെയ്യാനോ പറഞ്ഞിട്ട് ഡയഗ്രാം കൊടുത്തിട്ടും തരാം ചിലപ്പോൾ. അപ്പം അത് പ്രധാനമായിട്ടും സൗരയൂഥത്തിന്റെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അഥവാ ക്രമത്തിൽ തന്നെ പഠിച്ചേക്കാം കേട്ടോ. ആഗ്രഹങ്ങളുടെ സൂര്യന്റെ അടുത്ത് ആരാണ്, അങ്ങനെ 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 ആ ഒരു ക്രമത്തിൽ തന്നെ, ആ ഓർഡറിൽ തന്നെ പഠിക്കുക, വരയ്ക്കാനും പഠിച്ചും വെക്കുക. ചിലപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ലാബിൽ ചെയ്യാൻ തരാം, ചിലപ്പോൾ സൗരയൂഥത്തെ കുറിച്ചൊന്ന് വരയ്ക്കാനും ചിലപ്പോൾ തരാം. പിന്നെന്താ, ജന്തുജാലങ്ങളുടെ ടേബിളായിട്ട് നിങ്ങൾ ഒന്ന് പഠിച്ചിരുന്നാലും മെമ്മറിയിൽ കയറാൻ എളുപ്പമായിരിക്കും. നേരത്തെ ടീച്ചർ പറഞ്ഞില്ല 5 വെർട്ടിബ്രേറ്റ്സ് ഏതൊക്കെയാ? ഫിഷ്, ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്. ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചേക്കുക. പിന്നെന്താ, പിന്നെ നമുക്ക് സ്റ്റൊമാറ്റയുടെ പിക്ചർ ചിലപ്പോൾ ചോദിക്കാനും സാധ്യതയുണ്ട്. നന്നായി പഠിക്കുക. ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഒന്നും കൂടി നന്നായി റെഫർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ഈ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്